ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഐറ്റം കണ്ടിട്ടുണ്ടോ? ഇതാണ് പൊട്ടുവെള്ളരി അല്ലെങ്കിൽ കക്കിരി എന്നും പറയും കേട്ടോ. ഇംഗ്ലീഷിൽ എന്തിനാ ബ്ലോണ്ട് കുക്കുംബർ എന്ന്, അതുപോലെ തന്നെ സ്നാപ്പ് മെലൺ, അങ്ങനെയൊക്കെ പേരുണ്ട് കേട്ടോ. പെട്ടെന്ന് കണ്ട ഇതൊരു പച്ചക്കറിയാന്ന് തോന്നും, പക്ഷേ സംഭവം ഒരു അടിപൊളി സമ്മർ ഫ്രൂട്ടാണ്. കുറേയധികം ഗുണങ്ങളുണ്ട് ഈ സംഭവത്തിന്. ശരിക്കും പറഞ്ഞാൽ വിറ്റാമിൻ B6, വിറ്റാമിൻ C, അയൺ, പൊട്ടാഷ്യം, കാൽഷ്യം, ഇതെല്ലാം. അതിനൊക്കെ പുറമെ ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂടത്ത് നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. നല്ല തണുപ്പ് കിട്ടും ബോഡിക്ക്. ഈ സംഭവം നല്ല പോലെ പഴുക്കുമ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ പൊട്ടി വരിക. അപ്പോൾ നമ്മൾ പാളയിൽ കെട്ടി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ പൊട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മുറിച്ച് 2 പീസാക്കി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സീഡ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് എടുത്തിട്ട് നമ്മൾ മാറ്റും. ആ പീസൊക്കെ എടുത്ത് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് അതിനെ നല്ല പോലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും. അങ്ങനെയാണ്, അല്ലാണ്ട് മിക്സിയിലൊന്നിട്ട് ഇത് ജ്യൂസ് അടിക്കില്ല. ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കുക. അത് നമ്മൾ ഈ കടകോലുണ്ടല്ലോ, നമ്മുടെ തൈരൊക്കെ കടഞ്ഞെടുക്കില്ലേ, അതുകൊണ്ടാണ് ശരിക്കും പണ്ടൊക്കെ ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ അതൊന്നും ഇല്ലിവിടെ. അപ്പോൾ അത് കാരണം നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വലിയൊരു കയ്യിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുത്തി ഉടച്ച് കൊടുക്കാം. സംഭവം കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് ഒരു ഭയങ്കര ചൈൽഡ്ഹുഡ് മെമ്മറിയും കൂടിയാണത്. നമ്മൾ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏപ്രിൽ മെയ്യിൽ അമ്മയുടെ വീട്ടിൽ പോകും. അവിടെ ചെന്ന് കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ ഈ സംഭവം കലക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അവിടെ കുഞ്ഞച്ചാച്ചന് കൃഷിയാണ്. അപ്പോൾ പാടത്ത് അച്ചാച്ചൻ ഈ ഒരു ഏപ്രിൽ മെയ് സമയത്ത് നമ്മളുടെ പൊട്ടുവെള്ളരിയുടെ ഈ വിളവെടുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലുകളിലെല്ലാം ഇത് കുറേ കിട്ടും കേട്ടോ. അങ്ങനെ നല്ല രസമാണ് ഇത് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാൻ വേണ്ടി. ഇതിലിങ്ങനെ 90% സംഭവം വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കിയാണ് ഇട്ട് കൊടുത്ത്, പിന്നെ അത് അരിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ച്, പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ കണ്ടോ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം വരും. പിന്നെ നമ്മൾ നല്ലപോലെ ആ പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് കുറച്ച് നാളികേരം കൂടെ ഇട്ട് കൊടുക്കുക. ബസ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എഫക്റ്റീവ് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചതിനേക്കാളും ഫില്ലിങ്ങും ആണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഒരുപാട് സ്കിന്നിലേക്കുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മൾ ഈ വാട്ടർമെലോണിലൊക്കെ കുറേ ഫൈബേഴ്സൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ പോലെ. എന്തൊക്കെയായാലും ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അന്വേഷിച്ച് വാങ്ങി കഴിച്ച് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ.